നമസ്കാരം. പ്രിയപ്പെട്ട മേയർ സാറേ, രാജേഷ് സാറേ, നിങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്നു, അതിനേക്കാൾ ഒരുപാട് സംസാരിക്കുന്നു. ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്തൊരു മുദ്രാവാക്യമാണ്, നാവടക്കൂ പണിയെടുക്കൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. സംസ്ഥാനം ഭരിക്കുന്നത് വേറൊരു പാർട്ടി, രാജ്യം പക്ഷേ നിങ്ങളാണ് ഭരിക്കുന്നത്, അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. എന്നാൽ ഉദ്യോഗ സംവിധാനം മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ. പിന്നെ 2 സീറ്റിൻ്റെ 1 സീറ്റിൻ്റെ മേന്മയേ ഉള്ളൂ, 51 സീറ്റേ ഉള്ളൂ. അങ്ങനെ കുറേ പരിമിതികളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിനുള്ള ആശയങ്ങളും ആയുധവും സംഭരിക്കുക. ആഗ്രഹം, ആശയം, ആയുധം, മൂന്നും ആയാണ് കേട്ടോ. ആഗ്രഹം, ആശയങ്ങൾ, ആയുധം. ഇത് സംഭരിച്ച് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുക. ഇതിനിടയിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളിവിടെ ഒരു 50 പേരെ 51 പേരെ കൊണ്ട് ഭരണം വെച്ചുകൊണ്ട് കേരളത്തിലെ BJPയെ മുഴുവൻ പിടിച്ച് ഒലച്ച് അടുത്ത ഭരണത്തിലേക്ക് കൊണ്ടുപോകാമെന്നൊന്നും വിചാരിക്കരുത്. എന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ കുറേ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുണ്ട്. മലയാളി എന്നും വിവാദത്തിലേക്ക് ഇങ്ങനെ മതിക്കുന്നവരാണ്. എന്താ വിവാദം? പച്ച കളറാണ് നമ്മുടെ ഹരിത കർമ്മസേനയ്ക്കുള്ളത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ചുവപ്പ് കളറാണ് കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ഇടതുപക്ഷം ചുവപ്പാണല്ലോ, CPM അല്ലേ ഭരിച്ചത്. അപ്പോൾ അവർ ചുവപ്പാണ്, പക്ഷെ അവർ ചുവപ്പ് കൊടുത്തില്ല, പച്ചയാണ് കൊടുത്തത്. നിങ്ങൾ അധികാരത്തിൽ വന്നു, ഹരിത കർമ്മസേന എന്നല്ലേ അവരുടെ പേര്. അപ്പോൾ ഒരു പച്ചയല്ലേ അതിൻ്റെ ഒരു ഉചിതമായ കളർ. ഒരു ഇളം പച്ച അല്ലെങ്കിൽ കളം പച്ച, പച്ച കളർ ഒരു നല്ല രസമുള്ള കളർ. പച്ച പരവതാനി വിരിച്ചതില്ലേ നമ്മുടെ കേരളവും ഭൂമിയും ഒക്കെ. നമുക്ക് പച്ച കളറിനോട് വല്ല ആഭിമുഖ്യ എതിർപ്പുണ്ടെങ്കിൽ മുഴുവൻ പച്ചയെ വെട്ടിക്കളയുമോ നമ്മൾ? ചുവപ്പിനോട് എതിർപ്പുണ്ടെങ്കിൽ രക്തം, ശരീരത്തിൽ കൂടെ ഓടുന്ന രക്തം ചുവപ്പാണ്, നമുക്ക് എടുത്ത് കളയാൻ പറ്റും. കാവിയോട് നമുക്കൊരു എതിർപ്പുണ്ടെങ്കിൽ കുങ്കുമമുണ്ട്, അങ്ങനെ ഒത്തിരി കളറുണ്ട് കാവി, അതെല്ലാം കൂടെ ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഇനി കുങ്കുമം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, കാര്യം കാവിയാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ പച്ച കളറായി കിടന്ന ഒരു സാധനത്തെ കാവി കളറാക്കി ഒരു വിവാദം നിങ്ങൾ വിളിച്ചു വരുത്തണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കും, കാവി കളർ കൊടുത്താൽ വിവാദം ഉണ്ടോ? അത് കൊടുത്തൂടെ? തീർച്ചയായിട്ടും കൊടുക്കാം. പക്ഷേ BJP ഭരിക്കുമ്പോൾ കാവി കളർ കൊടുക്കുമ്പോൾ ആളുകൾ അതിനെ ദുഷ്ടലാക്കോടുകൂടി കാണും. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ചുമന്ന ടീഷർട്ട് കൊടുക്കുമ്പോൾ അവരെ ചുവപ്പായിട്ട് ദുഷ്ടലാക്കോടുകൂടി കാണും. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ നീല കൊടുത്താൽ അവരെ ദുഷ്ടലാക്കോടുകൂടി കാണും. എന്തിനാ അങ്ങനെ വിവാദം ഉണ്ടാക്കാൻ പോണേ? എതിരാളിയുടെ മനസ്സിൽ ഇല്ലാത്ത രാഷ്ട്രീയ പക കുത്തിവെക്കേണ്ട കാര്യങ്ങളിൽ ഇതൊക്കെ. ഇതിലല്ല രാഷ്ട്രീയം. നിങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ആളുകൾ വാങ്ങിച്ചിടും. ദേ ആർ ഹാപ്പി. വനിതകൾ ഹാപ്പിയാണ്, അവർ വലിയ ഹാപ്പിയാണ്. അവർക്ക് തൊപ്പി കൊടുക്കുന്നു, സഞ്ചി കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അവരെ അംഗീകരിക്കുന്നു. അവരെ കർമ്മസേന എന്നുള്ള ചപ്പ് ചവർ വാരണം എന്നുള്ള നിലയിലുള്ള അവരെ അങ്ങനെ കളയുന്നില്ല. അവരെ ഡീസൻറ്റ് ജീവിതം നയിക്കേണ്ടവരാണെന്നുള്ള ഒരു ഡിഗ്നിറ്റി അവർക്ക് കൊടുക്കും. ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ കളർ വിവാദം വേണ്ടായിരുന്നു. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കളർ, പച്ച, കാവി, ചുവപ്പ്, നീല, വെള്ള പറ്റത്തില്ലേ, അഴുക്കാവും. ബാക്കി ഒരു മൾട്ടിപ്പിൾ കളർ കൊടുക്കുക. ഞാൻ പറഞ്ഞ വിവാദം ഉണ്ടായാലേ കുഴപ്പമില്ല, വിവാദം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പോൾ ഭരണാംഗം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള വിവാദങ്ങൾ, രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ അദ്ദേഹത്തിന് രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റാതെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ കൊണ്ട് വയ്ക്കാം. നമ്മൾ പോകുമ്പോൾ ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയാൽ മതി. പക്ഷേ രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റിയെന്നല്ല ഞാൻ പറയണം. മാറ്റുക, പ്രധാനമന്ത്രിമാരെ ഫോട്ടോ മാറ്റുക, ഫോട്ടോ വയ്ക്കുക, പേരുകൾ മാറ്റിയിടുക, റോഡിന് പേര് മാറ്റിയിടുക, ഓഡിറ്റോറിയത്തിന് പേര് മാറ്റിയിടുക, പെയിൻ്റ് അടിക്കുക, ഇതുപോലത്തെ ബനിയം മാറ്റുക, ടീഷർട്ടിൻ്റെ കളർ മാറ്റുക, ഓവർകോട്ടിൻ്റെ കളർ മാറ്റുക. ഇതൊക്കെ എന്ത് രാഷ്ട്രീയമാണ്? ഇതൊന്നുമല്ല രാഷ്ട്രീയത്തിൽ ആവശ്യം. നിങ്ങൾ തിരുവനന്തപുരം നഗരത്തെ രാജ്യത്തിലെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ നഗരമാക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കൈ കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളുടെ കയ്യിലുണ്ട്. മേയർ ഇറങ്ങി നിന്നാൽ ഒരുപാട് പൊതുജനങ്ങളെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് യുവാക്കളെയും യൂത്തിനെയും വിദ്യാർത്ഥികളെയൊക്കെ നിങ്ങൾ വിളിച്ച ആയിരങ്ങൾ വരും. എല്ലാ കോളേജിൽ നിന്നും വരും, എല്ലാ സ്കൂളിൽ നിന്നും വരും. വലിയ ബഹുജന പിന്തുണയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടെ സഹായത്താൽ
പിന്നെ നിങ്ങളുടെ ഭാഗ്യത്തിനായിരിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ CPM അല്ല എങ്കിലല്ലേ ഭയങ്കര ശത്രുതയുള്ളൂ. കോൺഗ്രസ് അല്ലേ, കെ മുരളീധരനും ഒക്കെ അല്ലേ, അവരത്ര വലിയ കുഴപ്പമൊന്നുമില്ല. CP ജോണും അവർക്ക് കാര്യങ്ങൾ നടക്കണമെന്നുള്ളൊരു ഗവൺമെൻറ് ആണല്ലോ. അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് മനോഹരമായ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, ജനങ്ങളുടെ സഹായത്താലുള്ള പ്രൊജക്റ്റ് ഉണ്ടാക്കുക, CSR പ്രൊജക്റ്റ് ഉണ്ടാക്കുക, ടെക്നിക്കൽ പ്രൊജക്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ നീങ്ങുന്നതിനിടയിൽ ഈ വിഷയങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കാതിരിക്കുക, ഈ വിഷയങ്ങൾ വിട്ടേക്കുക. ഇതാവശ്യമില്ലാത്തൊരു കാവ്യവൽക്കരണമാണ്. ഒരു കാര്യമില്ല. അതുകൊണ്ട് ആളുകളുടെ ശത്രുത, സ്നേഹിക്കുന്നവരുടെ കൂടി ശത്രുത ഉണ്ടാവും. പാർട്ടിക്കാരായ കുറച്ച് പേര് കൈയടിക്കും, ആ മേയർ, നമ്മളെ മേയർ വന്ന് കണ്ടാടാ കാവ്യ കൊടുത്തില്ലേ, ഒരു കാര്യമില്ല. കുറച്ച് പേര് മിത്രങ്ങളായി കൈയടിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ഇതെന്ത് പ്രവൃത്തി, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബനിയൻ കൊടുത്തും ടീഷർട്ട് കൊടുത്തും അതിലുള്ള കളർ കളിയൊക്കെ മതിയാക്കി നിങ്ങൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ രൂപീകരിച്ച് കോൺക്രീറ്റ് ആയിട്ടുള്ള ടൂൾസ് കൊണ്ടുവന്ന് ആയുധങ്ങളുടെ പറ്റി പോരാടിയാൽ വലിയ സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ഭാവിക്ക് സാധ്യതയുണ്ട്. MLA, MP, മന്ത്രി, രാജ്യസഭാ മന്ത്രി, MP, കേന്ദ്രമന്ത്രി, ഗവർണർ, വലിയ സാധ്യതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ കിട്ടിയ അവസരത്തെ, നമുക്ക് അധികാരത്തെ 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ആ സമയത്ത് ഷൈൻ ചെയ്ത ആളായി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അഴിമതിയൊക്കെ നടത്തി ജാടയൊക്കെ നടത്തി പോകാം. അല്ലെങ്കിൽ ദീർഘകാലത്തിൽ വലിയ നേതാവായി മാറാം. ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.